ഡാം പണിയാൻ എങ്ങനെയോ ഇതാ കേട്ടോളൂ. ഡാം പണിയാൻ വേണ്ടി ആദ്യം എഞ്ചിനീയേഴ്സ് ചെയ്യുന്നത് പറഞ്ഞാൽ സൈറ്റ് ഇൻവെസ്റ്റിഗേഷൻ ആണ്. അതായത് ഡാം എന്ന് പറഞ്ഞാൽ ഒരു ഹെവി സ്ട്രക്ചർ ആണ്. ആ ഡാമിനെ അവിടെ താങ്ങി നിർത്താനുള്ള ശേഷി അവിടുത്തെ ഗ്രൗണ്ടിനുണ്ടോ എന്ന് നോക്കും. ഇതിനുശേഷമാണ് റിവർ ഡൈവേഷൻ വരുന്നത്. റിവർ ഡൈവേഷൻ എന്ന് പറഞ്ഞാൽ അവിടെ ഉള്ള നദിയെ അവർ വഴി തിരിച്ചു വിടും. കാരണം അവർക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി ഒരു ഡ്രൈ ഏരിയ വേണം. ഈ ഡ്രൈ ഏരിയ അവർക്ക് ലഭിച്ചാൽ അവരൊരു കോഫർ ഡാം പണിഞ്ഞിട്ട് അവിടെ അടുത്ത സ്റ്റെപ്പ് ആരംഭിക്കും. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഫൗണ്ടേഷൻ. ഫൗണ്ടേഷൻ അവർ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ എർത്തൻ ഡാം ആണെങ്കിൽ ഗ്രാവലും റോക്ക് യൂസ് ചെയ്തിട്ട് ഫൗണ്ടേഷൻ കിട്ടും. അതേസമയം ഗ്രാവിറ്റി ഡാം ആണെങ്കിൽ കോൺക്രീറ്റ് യൂസ് ചെയ്തിട്ടായിരിക്കും ഫൗണ്ടേഷൻ കിട്ടുന്നത്. ഇങ്ങനെ ഫൗണ്ടേഷൻ കിട്ടിയതിനു ശേഷം നമ്മുടെ ഡാമിന്റെ ആവശ്യമനുസരിച്ചുള്ള സ്പിൽവേ റെഡിയാക്കും. ഹൈഡ്രോ ഡാം ആണെങ്കിൽ അവിടെ അവർ പെൻസ്റ്റോക്ക് പൈപ്പ് യൂസ് ചെയ്ത് ടർബൈന് വാട്ടർ ഫീഡ് ചെയ്ത് കൊടുക്കും. ഇതിനുശേഷം വരുന്ന ഫേസ് ആണ് മെയിന്റനൻസ് ഫേസ്. അതിനുവേണ്ടിയുള്ള ആവശ്യത്തിനുള്ള സെൻസേഴ്സ്, അതായത് പ്രഷർ മോണിറ്റർ ചെയ്യാൻ, അപ്ലിഫ്റ്റ് നോക്കാൻ, ഡിസ്പ്ലേസ്മെന്റ് എല്ലാം കണക്ക് കൂട്ടാൻ വേണ്ടി കുറെ സെൻസേഴ്സ് അവിടെ വയ്ക്കും. ഇങ്ങനെയൊക്കെയാണ് ഒരു ഡാം അവർ പണിഞ്ഞു തീർക്കുന്നത്. യെസ്, അങ്ങനെ.